നമ്മളെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ ടച്ച് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു 60 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളൊന്ന് ഹഗ് ചെയ്താൽ മതി. തൊട്ടടുക്കുന്ന ഹഗ് ചെയ്യാൻ മീൻസ് ഒന്ന് ഒരാളൊന്നും ഇങ്ങോട്ട് വന്നോളൂ, നോക്കൂ ഒരാൾ വന്നോളൂ, പ്രശ്നം വന്നോളൂ. വെരി ഗുഡ് വെരി ഗുഡ്. ഒരേ ഹൈറ്റ് ഉള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പെട്ടെന്ന് നോക്കൂ. ഞാൻ മൂപ്പര മുഖത്ത് ഐ എം ഹാപ്പി. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ചെയ്യുന്നു. എന്റെ ഹൃദയം എവിടെയാ? നിങ്ങളുടെ ഹൃദയം എവിടെയാ? ആ ഹൃദയത്തെ നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കള് ഇവരെക്കൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ടെൻഷനോ സ്ട്രെസ്സോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ കുറയുമെന്നാണ് മെഡിക്കൽ സയൻസ് തെളിയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാര്യയെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യ അടുക്കളയിലായിരിക്കും. വന്നോടെ തന്നെ എന്തെയ്യുന്നു, ഒരു 2 മിനിറ്റ് സിറ്റുവേഷൻ നോക്കണം. അടുക്കളയിൽ പത്തിരി ഇടുന്ന സമയത്ത് എന്തെങ്കിലും ചൂടാണ് സമയത്ത് പോയിട്ട് ഒന്ന് ഇങ്ങനെ ഒറ്റ കെട്ടിപ്പിടിച്ചാൽ ആ ചൂടുള്ളതുകൊണ്ട് കിട്ടും. അപ്പൊ സ്ട്രെസ് കൂടുക ചെയ്യാം. 1 മിനിറ്റ് എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. ഒന്ന് ഭാര്യയോ മക്കളെയോ നിങ്ങൾ അച്ഛനോ അമ്മയൊക്കെ വന്നിട്ട് 1 സെക്കൻഡ് നോക്ക്. ഞാൻ അയാൾ ജസ്റ്റ് ഒന്നും വേണ്ട, കണ്ണടച്ചുകൊണ്ട് അയാളുടെ ഹൃദയമിടിപ്പൊന്ന് വാച്ച് ചെയ്താൽ മതി. എന്നിട്ട് പുറത്തൊന്ന് വളരെ സാവധാനം ഒന്ന് തട്ടിക്കൊടുത്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് സജഷൻസ് ഒന്നും തരുന്നില്ല. വെറുതെ 1 സെക്കൻഡ് നിങ്ങളുടെ മനസ്സൊന്ന് നിശബ്ദമായോക്ക്. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇതിന് പ്രായഭേദമില്ല. സ്വന്തം അച്ഛന് മകനോ മകളോ പോയിട്ടൊന്ന് 1 സെക്കൻഡ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് അയാളുടെ പുറത്തൊന്ന് തട്ടിയിട്ട് 1 സെക്കൻഡ് ഒന്ന് ആ ശ്വാസം പിടിപ്പൊന്ന് നോക്ക്. അച്ഛന്റെ, അമ്മയുടെ, ഭാര്യയുടെ, മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളിലുണ്ടാവുന്ന ഹോർമോൺസ്, സങ്കടങ്ങൾ കുറഞ്ഞു പോവുക, ടെൻഷനുകൾ കുറയുകയാണ്, അസുഖം കുറയുകയാണ്. ഒറ്റക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണ്. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, ഞാൻ ഒറ്റക്കല്ല, ഞാൻ ഉയരുമെന്നുള്ള ചിന്ത വരികയാണ്. ഈ പുറത്തുനിന്ന് വളരെ സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് സംസാരിക്കാതെ ഒരു 60 സെക്കൻഡ് ഒന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് ശരീരം ഒന്ന് പ്രത്യേകം ഒന്ന് തട്ടി നോക്ക്. ഓക്കെ, ഒരു ജോഡി എല്ലാവരും തെരഞ്ഞെടുത്തോളൂ. ഒരു ജോഡിയെ പെട്ടെന്ന് എല്ലാവരും തെരഞ്ഞെടുത്തോളൂ. നിങ്ങളെ കൂടെ ഉള്ളവരെ ഒരാളെ പേരിനെ തെരഞ്ഞെടുത്തോ. വെരി ഗുഡ്. എന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സംസാരിക്കാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട്. ഒരു ജോഡിയെ തെരഞ്ഞെടുത്തോ. അയാൾക്ക് കൈ കൊടുത്തോണ്ട് പറയാം ഐ ആം ഹാപ്പി എന്ന് പറയും. കൈ കൊടുത്തോണ്ട് ഹാപ്പി എന്ന് പറയും. വെരി ഗുഡ്. അയാൾക്ക് കൈ കൊടുത്തോണ്ട് ഹാപ്പി എന്ന് പറയും. യെസ്, വെരി ഗുഡ്. ഇനി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മുമ്പിലുള്ള ആളുടെ, അത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ്. അയാളുടെ കഴുത്തിലേക്ക് ഒന്ന് നിങ്ങൾ മെല്ലെ ചാരുന്നു. അയാളുടെ കണ്ണുകളിലേക്ക് 2 കണ്ണുകളും അടച്ചിരിക്കുക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്താ. ഒരാളും കൂടി ഇവിടെ, ഒരാളിങ്ങോട്ട് ഒന്ന് കൊടുക്കി. ആർക്കും കിട്ടാത്തോ? കിട്ടാത്തവരാരുണ്ട്? ജോഡിയെ കിട്ടിയില്ലേ? ഒരു ജോഡിയെ തെരഞ്ഞെടുത്തോളൂ. ഒരാൾ വരുന്നുണ്ട്, പെട്ടെന്ന് വരും. ഒരാളും കൂടി. വെരി ഗുഡ്. ഓക്കെ, കിട്ടാത്താലും കണ്ടു വന്നോളൂ. കിട്ടാത്താലും കണ്ടു വന്നോളൂ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട്. ഓക്കെ, കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ജോഡിയുടെ ശരീരത്തിലേക്കൊന്നും എല്ലാം മറന്നോളൂ. കണ്ണുകൾ അടച്ചു. പരസ്പരം. ഓക്കെ, പരസ്പരം. ഓക്കെ, സ്റ്റാർട്ട്. കണ്ണുകൾ അടച്ചുകൊണ്ട് പരസ്പരം നിങ്ങൾക്ക് കിട്ടുന്ന സുഹൃത്തിനെ, പരസ്പരം കിട്ടിയ സുഹൃത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ. ഇനി ശ്വാസത്തിൽ ഒരാൾ വരുന്നുണ്ട്. അതാ ചെന്നോടി. വെരി ഗുഡ്. കണ്ണുകൾ അടക്കുക. സംസാരിക്കാതെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജോഡിയുടെ കണ്ണുകൾ അടച്ചോളൂ. ഒന്ന് ഹൃദയങ്ങൾ ചേർത്ത് പിടിച്ചോളൂ. വെരി ഗുഡ്. ഹൃദയങ്ങളും ചേർത്ത് പിടിച്ചോളൂ. നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള ആളുടെ ഹൃദയമിടിപ്പ് ശരിക്കും കേൾക്കുക. ശബ്ദം നിശബ്ദമായിക്കൊണ്ട് നിങ്ങളെ കൂടെ പിടിച്ച ആളുടെ പുറത്തൊന്ന് സാവധാനം തട്ടിക്കൊടുക്കുക. വളരെ സാവധാനം തട്ടിക്കൊടുക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ ഹൃദയ സ്പന്ദനം നിങ്ങൾ അറിയുകയുള്ളൂ. വളരെ സാവധാനം പുറത്ത്. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ അച്ഛനാണ്, അമ്മയാണ്. പരസ്പരം ഒന്ന് പുറത്തൊന്ന് തട്ടിക്കൊടുത്തു നോക്കൂ. വെരി ഗുഡ്. പരസ്പരം ഒന്ന് പുറത്ത് തട്ടിക്കൊടുക്കൂ. നിങ്ങൾ അതിന്റെ എഫക്ട് ശരിക്കും തിരിച്ചറിയാൻ വേണ്ടിയാണ്. വെരി ഗുഡ്. ഇനി തിരിച്ചു വന്നോളൂ. വെരി ഗുഡ്. അവസാനം ലാപ്പോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചിരി വളരെ പ്രധാനപ്പെട്ട. ഇനി ഒരാളുടെ ശരീരത്തിൽ പുളിയറുമ്പ് കയറാണ്. പുളിയറുമ്പ് കയറിയുള്ള അവസ്ഥ എന്താ? പുളിയറുമ്പ് കയറുമ്പോ എന്താ? പുളിയറുമ്പ് കയറങ്ങൾ തട്ടിക്കൊണ്ടിരിക്കും. ശരീരത്തിൽ പുളിയറുമ്പ് കയറിയുള്ള അവസ്ഥ എന്താ? അത് തട്ടിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ആ പുളിയറുമ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാണ്, നിങ്ങൾ തട്ടിക്കൊണ്ടിരിക്കാണ്. പക്ഷെ പുളിയറുമ്പ് മേപ്പോട്ട് കയറാം. പക്ഷെ അത് ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ തട്ടുന്നത്. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിൽ പറഞ്ഞ പുളിയറുമ്പ് തട്ടൽ തുടങ്ങണം. ആ തട്ടിനെ ശരിക്കും വേണം പറ. ശരീരത്തിൽ മൊത്തം ചിരിച്ചുകൊണ്ടാ തട്ടുണ്ട്. എല്ലാവരുടെ ശരീരത്തിലും കയറണം. വയറെ ഇളകണം. ചിരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ബോഡിയുടെ എല്ലാ പാർട്സും ശരിക്ക് തട്ടണം. നോക്കാം. അപ്പൊ പുളിയറുമ്പ് തട്ടിയാലോ? റെഡിയാണോ? യെസ്. പുളിയറുമ്പ് കയറാണ്. പുളിയറുമ്പ് എങ്ങനെ കയറി പറ. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തട്ടിക്കൊണ്ടിരിക്കുക.
ശരിക്ക് ശരീരത്തിൽ മൊത്തം കയറുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. പുലർപ്പിനെ ശരിക്ക് തട്ടിക്കോളൂ. ശരിക്ക് തട്ടിക്കോളൂ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. അവസാനിപ്പിക്കാം. ഹാപ്പിനെസ് എന്ന് പറയപ്പെടുന്നത്